ഹായ് ആൻഡ് ഹലോ എവ്രി വൺ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ജോ ഇൻഫ്രാ സൊല്യൂഷന്റെ ഓണർ ജോയലാണ്. അപ്പൊ സോളാർ എന്ന് പറയുന്നത് ഒരു ലൈഫിന്റെ ഭാഗമായിരിക്കുകയാണ്. കാരണം ഇലക്ട്രിസിറ്റി ഇതൊക്കെ നമ്മൾക്ക് വലിയ വലിയ എക്സസ് എമൗണ്ടുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് സോളാർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാനും ഇപ്പൊ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളാർ പാനൽസ് ഉണ്ട്. അത് എന്തൊക്കെ തരമാണ്, എന്താണ് വ്യത്യാസം? നമുക്ക് ഇപ്പോൾ ഒരു 4 വർഷം 5 വർഷം മുമ്പ് വരെ നോക്കുകയാണെങ്കിൽ പോളിക്രിസ്റ്റലൈൻ പാനൽസ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ വാട്ട്സ് നോക്കുകയാണെങ്കിൽ 250 മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 350 വാട്ട്സ് വരെ ആയിരുന്നു പോളിക്രിസ്റ്റലൈൻ പാനൽ അവൈലബിൾ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് നമുക്ക് മോണോക്രിസ്റ്റലൈൻ പാനൽസ് വന്നു. മോണോപർ പാനൽസ് ആണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു അടുത്ത ഡെവലപ്ഡ് വേർഷൻ ആയിട്ട് നമുക്ക് മോണോക്രിസ്റ്റലൈൻ പാനൽസ് വന്നു. ദെൻ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പൊ അതൊരു 400 വാട്ട്സ് 450 വാട്ട്സ് ഒക്കെ ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് ഹാഫ് കട്ട് പാനൽസ് അവൈലബിൾ ആയി തുടങ്ങി. ദെൻ അപ്പൊ അതും മോണോപ്പർക്കിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതിൽ സെൽ നമ്പേഴ്സ് കൂടി. അതായത് ഇപ്പൊ ഒരു പുതിയ അഡ്വാൻസ്ഡ് വരുമ്പോ അത് പിന്നിലുള്ളത് പിന്നെ ഉപയോഗിക്കുന്നില്ല, അങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ കഴിയുന്നതോറും നമുക്ക് അതിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഇതിന്റെ എക്സ്പെൻസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇനീഷ്യലി വരുമ്പോ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോ എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഓൾമോസ്റ്റ്. പിന്നെ ഈ ഒരു പ്രൈസിങ് നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലായ്പ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ചില സമയത്ത് വളരെ കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. ഒരുപാട് സപ്പോർട്ടുകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ സബ്സിഡി വൈസ് ആയിട്ടാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇപ്പോ നല്ലൊരു സബ്സിഡി സ്കീമാണ് ഇപ്പൊ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് സെൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോ പാനൽസിന്റെ സെൽ വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നോർമൽ മോണോപർക്കാണെങ്കിൽ ഒരു 72 സെൽസ് ആണ് വന്നിരുന്നത്. ഇപ്പോ അത് ഹാഫ് കട്ടിലേക്ക് വന്നപ്പോൾ അത് 144 സെൽസ് ആയി. അപ്പൊ അതിന്റെ ഒരു ഹാഫ് കട്ട് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു സിംഗിൾ പാനലിനെ ജസ്റ്റ് ഒരു സിംഗിൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ നമ്മളൊരു നോർമൽ ആൾക്കാർക്ക് എങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ സെൻട്രലായിട്ട് ഒരു ലൈൻ ഉണ്ടായിരിക്കും, കട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്കത് ഹാഫ് കട്ട് പാനലാണെന്ന് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ 144 സെൽസ് ആണ്. നോർമൽ പാനലിൽ 72 സെൽസ് വരുമ്പോൾ ഇതിൽ 144 സെൽസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഷെയ്ഡ് വീഴാം, ആ ഒരു പാനലിലെ ഒരു ഹാഫ് പോർഷനിലേക്ക് ഷെയ്ഡ് വീഴാം, അങ്ങനെ എന്തെങ്കിലും വീഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാഫ് പോർഷന്റെ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷനെ നമുക്ക് എഫക്ട് ചെയ്യുള്ളൂ. ബാക്കി നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് നമുക്ക് ആ ഒരു മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ വന്നപ്പോഴുള്ള അഡ്വാൻറ്റേജ് വന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഡെവലപ്മെന്റ് വന്നു. നമുക്ക് ബൈഫേഷ്യൽ പാനൽ വന്നു. പാനലിന്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പിനെയാണ് ബൈഫേഷ്യൽ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ടെക്നോളജി ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എഫിഷ്യൻസി കൂടി, നമുക്ക് ഔട്ട്പുട്ട് കുറച്ചുകൂടി കൂടുതൽ കിട്ടി. നമുക്കിപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് കോൺ പാനൽസ് ആണ്. അത് മെയിൻലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൽ മേക്കിങ്ങിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും വരുന്നത്. നമുക്ക് ബാക്കിയുള്ള പാനൽസ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ടൈപ്പ് സെല്ല് വെച്ചിട്ടാണ് അതിന്റെ സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ ടോപ്പ് കോൺ പാനൽസിന്റെ എന്ന് പറയുമ്പോൾ എൻ ടൈപ്പ് സെല്ലാണ്. മെയിൻലി എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ആ എൻ ടൈപ്പ് ടോപ്പ് കോൺ പാനൽസ് വന്നപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഒരു എഫിഷ്യൻസി കൂടി. അപ്പോൾ ഈ ടോപ്പ് കോൺ പാനൽസ് എല്ലാം പറഞ്ഞ പോലെ തന്നെ ബൈഫേഷ്യൽ പാനലും കൂടിയാണ്. അതായത് മുകളിൽ നിന്നും താഴെ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് പാനൽസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു പാനലിന്റെ ആ ഒരു ജേണി നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സോളാർ പാനൽസ് ഇങ്ങനെ റെവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡെപ്ത് നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയും ഇവർക്ക് ഇതുപോലത്തെ സംശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ സോളാർ പാനൽസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാനിങ് ഉള്ള ആൾക്കാർക്കൊക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ജോ ഇൻഫ്രാ സൊല്യൂഷൻ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലും കൂടെ ഒന്ന് ലൈവ് ആക്കുക. അതിലൊക്കെ ഉള്ള ഉത്തരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ജോയൽ ഫോർ യുവർ വാല്യുബിൾ ടൈം ഹിയർ.